എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മസാല ദോശയ്ക്കുള്ള മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് നോക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോ കട്ട് ചെയ്തതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഒരു 2 ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്തത് എടുക്കുന്നുണ്ട്. ഒരു കഷ്ണം ബീട്രൂട്ട്, ഒരു കഷ്ണം സവാള കട്ട് ചെയ്തത്, പിന്നെ പച്ചമുളകാണ് കേട്ടോ ചേർക്കുന്നത്. ഞാൻ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ കറിവേപ്പില, ഇഞ്ചി കട്ട് ചെയ്തത് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഒരല്പം ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് ഒരല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 4-5 വിസിലൊക്കെ അടിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. വിസിലൊക്കെ നന്നായിട്ട് പോയ ശേഷം നമ്മളിത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മളുടെ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരല്പം ഗ്രീൻ പീസ് വേവിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗ്രീൻ പീസും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരല്പം ഗ്രീൻ പീസ് വേവിച്ചത് കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് വറവ് ചേർക്കേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് നമുക്കൊരു ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണ മൂപ്പിച്ചെടുത്തത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരും കേട്ടോ. നല്ല ടേസ്റ്റുള്ള മസാലയാണ്. ഇനി നമുക്ക് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിനായിട്ട് നമ്മൾ സാധാരണ തയ്യാറാക്കുന്നത് പോലെ തന്നെ ദോശമാവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ദോശയ്ക്ക് ഒഴിക്കുന്ന പോലെ ഒഴിച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ദോശയുടെ മുകളിലായിട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നെയ്യ് ഒഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റും ആയിരിക്കും. ദോശ നന്നായിട്ട് മുരിഞ്ഞ് വരും കേട്ടോ. ഇനി ദോശ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്ന ശേഷം നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതേ ദോശ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് മറിച്ചിട്ട ശേഷം വീണ്ടും ഇതേപോലെ ഒന്നുകൂടെ മറിച്ചിടാം കേട്ടോ. എന്നിട്ട് നമുക്കതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല വെച്ച് കൊടുക്കാം. മസാല വെച്ച ശേഷം നമ്മൾ ദോശ ഒന്ന് ഇതേപോലെ മടക്കിയെടുക്കാം കേട്ടോ. ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് മടക്കിയെടുത്ത ശേഷം 2 ഭാഗവും നന്നായിട്ട് പാനിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്നുകൂടെ മറിച്ചിട്ടിട്ട് മറ്റേ സൈഡ് കൂടെ നന്നായിട്ട് ചൂടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് എത്ര പണിയുള്ളൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുരിഞ്ഞ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ മസാലയാണ്. അപ്പോൾ ഇനി മസാല ദോശ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുതേ.